ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റവ കിച്ചടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടത് 1 കപ്പ് റവ എടുക്കണം, ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിയണം, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് റവ ഒരു പാനിൽ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ റവ മാറ്റിയതിന് ശേഷം ആ പാനിൽ ഒരു 6 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളകും വറ്റൽമുളകും ചേർക്കണം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതുകൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഇതിലേക്ക് കപ്പലണ്ടി, ഡ്രൈ ഗ്രേപ്സൊക്കെ നമുക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഉള്ളി, സവാള, തക്കാളി, ഒരു തക്കാളി, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഏത് കപ്പിലാണോ റവ എടുത്ത് ആ കപ്പിലാണ് 2 കപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ചോട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. റവ പെട്ടെന്ന് വേവും. അതുമാത്രമല്ല, നമ്മൾ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യണം. നമ്മുടെ റവ കിച്ചടി റെഡിയായി. 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കണേ. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നെയ്യിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും, ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1 സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റിയായ റവ കിച്ചടിയാണ്. നിങ്ങളും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കണം കേട്ടോ. അടുത്ത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചമ്മന്തി, പച്ച ചമ്മന്തി, തേങ്ങാ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. 2 പച്ചമുളക്, അത് നിങ്ങൾക്കറിയാമല്ലോ. 1 കപ്പ് തേങ്ങ, 1 നുള്ളു ഉപ്പ്, 1 കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി കഷ്ണമാണ്. ഇതിലേക്ക് 1 സ്പൂൺ കപ്പലണ്ടി കൂടെ ചേർക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ നമുക്ക് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ വെള്ളച്ചമ്മന്തി റെഡിയായി. ഇത് നമുക്ക് കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ റവ കിച്ചടിയും വെള്ളച്ചമ്മന്തിയും റെഡിയായി. നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതിൻ്റെ കൂടെ പഞ്ചസാര നമുക്ക് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഈ റവ കിച്ചടിയാണെങ്കിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ നമുക്ക് കൊടുത്തുവിടാൻ പറ്റും, ലഞ്ച് ബോക്സിൽ നമുക്ക് കൊടുത്തുവിടാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.